എല്ലാവർക്കും സൈലം PSC സ്വാഗതം. അപ്പോൾ ഇന്ന് ജനുവരി 1, 2026 എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യവും ജനുവരി 1-ാം തീയതി തന്നെ 2026 നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ടെൻഡേറ്റീവ് കലണ്ടർ നമ്മുടെ PSC കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന വിവിധ പരീക്ഷകൾ ഏതൊക്കെ മാസമായിരിക്കും നടക്കും എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽ സിലബസ് ഉൾക്കൊള്ളുന്ന ഇതും PSC കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, LGSന്റെ പരീക്ഷകളായിക്കോട്ടെ, യൂണിഫോം തസ്തികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളായിക്കോട്ടെ, ഏതൊക്കെ മാസമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ PSC ഈ ഒരു ഇത് PDF പുറത്തിറക്കിയതിനകത്ത് ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളും 10th ലെവൽ പരീക്ഷകളൊക്കെ എന്നൊക്കെയാണ് നടക്കുക എന്നുള്ളതിന്റെ സെപ്പറേറ്റ് ആയിട്ട് പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ എന്നാ നടക്കുക സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കി, ആദ്യമേ തന്നെ PSC ഈ ഒരു ഡേറ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് PSC ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്യോഗാർത്ഥികളെല്ലാം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക എന്നുള്ളൊരു ഇതാണ് PSC നമുക്ക് തരുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഈ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻസ് എന്നാണ് നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മുടെ SBCID ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അതേപോലെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റിന്റെ തസ്തിക ആയിക്കോട്ടെ, KSEB ഒക്കെയുള്ള നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഡിഗ്രി ലെവലിന്റെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആയിക്കോട്ടെ, നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ പോലീസ് SIയിലേക്കുള്ളത് നമുക്ക് ഈ ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിലും അത് കോൺസ്റ്റബിളറി ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് മിനിസ്റ്റീരിയൽ ആണെങ്കിലും ശരി, എല്ലാം നമുക്ക് നടക്കാൻ പോകുന്ന ആ ഒരു കോമൺ പ്രിലിമിനറി ആയിട്ട് നമുക്ക് ജയിലറിന്റെ പരീക്ഷയാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ ട്രാവൻകൂർ ഷുഗർസിലേക്കുള്ളതാണെങ്കിലും ഇതെല്ലാം നമുക്ക് നടക്കാനായിട്ട് പോകുന്നത് പ്രിലിമിനറി നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ 2026 പ്രിലിമിനറി പരീക്ഷകൾ നമുക്ക് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ എല്ലാം പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. 2020 മെയ് ജൂലൈ മാസങ്ങളിലാണ്. അത് ഇലക്ഷനൊക്കെയാണ്. നമുക്ക് ആ ഒരു മെയ് മാസങ്ങളിലൊക്കെ നമുക്ക് ആ ഇലക്ഷന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ഒരു ജൂണൊക്കെ ആകാം. ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾ കേട്ടോ, ഡിഗ്രി ലെവൽ പരീക്ഷ പ്രിലിമിനറി പരീക്ഷകൾ. പക്ഷെ അതേസമയം ഇതിന്റെ എല്ലാം മെയിൻസ് നമുക്ക് നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് നടക്കാൻ പോകുന്നത്. എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും ഇതുവരെ പറഞ്ഞ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SBCID ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും നമുക്ക് മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കുന്നത്. SBCID ഒക്കെ 2 ഘട്ടമുണ്ടോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ കാത്തിരുന്നതായിരുന്നു. SBCID 2 ഘട്ടമായിട്ട് തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസ് പരീക്ഷ നടക്കും. മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിമിനറി പരീക്ഷ. അതായത് ജൂലൈ കഴിഞ്ഞാൽ അടുത്തത് ഓഗസ്റ്റ് ആണ്. നമുക്ക് അധികം കാത്തിരിക്കാനൊന്നും നമുക്ക് സമയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രിലിംസ് പഠിക്കുന്ന സമയത്തിന്റെ കൂട്ടം തന്നെ നിങ്ങൾ എന്നും പോവുക, മെയിൻസൂടെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചങ്ങ് പോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, മെയിൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ SSLC ലെവലിൽ ഉള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വേരിയസ് കമ്പനി ബോർഡിലേക്കുള്ള LGS പരീക്ഷ, അതിന്റെ നമുക്ക് ആ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള പ്രിലിമിനറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും നമ്മുടെ പ്രിലിമിനറി നടക്കാം. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിമിനറി നടക്കും. മെയിൻസ് പരീക്ഷയാണെങ്കിൽ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ടായിരിക്കും മെയിൻസ് നടക്കാനായിട്ട് പോകുന്നത്. ഒക്ടോബർ ഡിസംബർ 2026 മെയിൻസ് ആണ്. LGS ആണ്. കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ പ്രിലിമിനറിയും അതേപോലെ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ അതിന്റെ മെയിൻസും നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബെപ്കോ എൽഡിയുടെ പ്രിലിമിനറി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ബെപ്കോ എൽഡിയുടെ പ്രിലിമിനറി നടക്കാൻ പോകുന്നത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും മെയിൻസ് പരീക്ഷയും. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് യൂണിഫോം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പോലീസ് കോൺസ്റ്റബിൾ നമുക്ക് നടക്കാനായിട്ട് നമുക്ക് പോകുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ആണെങ്കിലും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ നമുക്ക് നടക്കാനായിട്ട് നമുക്ക് പോകുന്നത് കേട്ടോ. വിവിധ പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള NCA പരീക്ഷകളെല്ലാം ആ ഒരു ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. വിവിധ പോലീസ് തസ്തികയിലേക്കുള്ള NCA നമുക്ക് കോൺസ്റ്റബിൾ NCA നമുക്ക് നടക്കാൻ പോകുന്നത് ഏത് മാസമാണ്, ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ തന്നെയാണ് നമുക്ക് നടക്കാനായിട്ട് നമുക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. പോലീസ്
പോലീസ് കോൺസ്റ്റബിളിന്റെ NCA പരീക്ഷകളും ഡ്രൈവർ പോലുള്ള NCA പരീക്ഷകളും ജൂൺ ഓഗസ്റ്റിൽ തന്നെയാണ് അതും നമുക്ക് നടക്കാനായിട്ട് വന്നത്. അപ്പൊ ഇപ്പോഴേ തന്നെ നിങ്ങൾ മുൻകൂട്ടി തന്നെ പഠിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായിരിക്കും, എളുപ്പമായിരിക്കും കേട്ടോ. നേരത്തെ തന്നെ ഡേറ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്ന സമയം നമുക്ക് ഇഷ്ടം പോലുണ്ട്. ഇപ്പം നമ്മൾ ജനുവരി തുടങ്ങിയതേ ഉള്ളൂ, സമയം ഇഷ്ടം പോലുണ്ട്. ജൂണിലൊക്കെയാണ് ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളും, കൂടുതലും നമുക്ക് ആ ഒരു ജൂൺ മുതൽ ഡിസംബർ വരെ പരീക്ഷാ കാലഘട്ടമാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ പഠിച്ചിരിക്കുക. പോലീസ് കോൺസ്റ്റബിൾ, ആർമഡ് പോലീസ് ട്രെയിനി, നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മറ്റു കാര്യങ്ങളും ജൂൺ ഓഗസ്റ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുക, നടക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഈ ഒരു പുതുവത്സരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈലം PSCയോടൊപ്പം ചേർന്ന് നിങ്ങൾക്കും എന്ത് ചെയ്യാം, എക്സാംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. ഇപ്പൊ ജനുവരി 3 വരെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15% ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറൊക്കെ ആയിട്ട് ഒരു 15% നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഹാപ്പി 15 എന്ന് പറഞ്ഞ ചെറിയൊരു കോഡ് നിങ്ങൾ എന്ത് ചെയ്താൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു ഡേറ്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ പഠിച്ചു തുടങ്ങുക. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിമിനറിയും അതേപോലെ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ മെയിൻസും നടക്കാൻ പോകുന്നു. 10th ലെവൽ പരീക്ഷകൾ LGSും ബെപ്കോ LD ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിലിമിനറി നമുക്ക് നടക്കാനായിട്ട് നമുക്ക് പോകുന്നത് ഇതേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജൂലൈ സെപ്റ്റംബറിൽ പ്രിലിമിനറിയും മെയിൻസ് നടക്കാവുന്നത് ഒക്ടോബർ ഡിസംബറിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.